ഹലോ എവ്രിവൺ, വെൽക്കം ബാക്ക്. ഞാനീ കുടിക്കണത് എന്താണെന്നല്ലേ? അപ്പോൾ ഇന്നൊരു തമിഴ്നാടൻ രസം റെസിപ്പി കാണാം. ഇതാണ് തമിഴ്നാടൻ മാതമ്പട്ടി തക്കാളി രസം. വെരി ക്വിക്കായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു രസമാണ്. ഒരു 2 തക്കാളി എടുത്ത് മുറിച്ച് ഒരു പാത്രത്തിലിട്ട്, നല്ല പഴുത്ത തക്കാളി ആണെങ്കിൽ അടിപൊളിയായിരിക്കും. പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് തിളപ്പിക്കണം. തക്കാളിയൊക്കെ ഒന്ന് നന്നായി തിളയ്ക്കുമ്പോഴേക്കും നമുക്കൊരു മിക്സി ജാറിൽ കുറച്ച് വെളുത്തുള്ളി, പിന്നെ കുറച്ച് ജീരകം, പിന്നെ മെയിനായിട്ട് കുരുമുളക്, പിന്നെ 2-3 വറമുളകും കൂടി ആഡ് ചെയ്തിട്ട് നമുക്കിതൊന്ന് നന്നായി ഗ്രൈൻഡ് ചെയ്തെടുക്കണം. ദേ ഈ കാണുന്ന പോലെ തക്കാളി ഒരു 5 മിനിറ്റ് തിളപ്പിച്ചാൽ മതി. അപ്പോഴേക്കും നന്നായി വെന്തിട്ടുണ്ടാവും. ഇനി ഇത് നന്നായി ഒന്ന് ഉടച്ചെടുത്തിട്ട് ഇതിൽ നിന്നുള്ള തോലൊക്കെ ഒന്ന് എടുത്ത് മാറ്റണം. ഇനിയിപ്പോൾ ഇതിലേക്ക് നല്ല വാളംപുളി പിഴിഞ്ഞ് അതിൻ്റെ വെള്ളം ഒഴിച്ചു കൊടുക്കണം. പിന്നെ കുറച്ച് കായപ്പൊടി ഇട്ട് കൊടുക്കണം. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ഇടുക. കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ടിട്ട് ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. ഇനി നമുക്ക് രസത്തിന് താളിച്ചെടുക്കാം. ഇനി ഒരു തട്ക പാനിൽ കുറച്ച് എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് കുറച്ച് കരിവേപ്പില ഇട്ട് കൊടുക്കുക. 2 വറമുളക് പൊട്ടിച്ചിട്ട് അതും കൂടി ഇട്ട് കൊടുക്കുക. അതൊക്കെ ഒന്ന് പൊട്ടി വരുമ്പോൾ നമ്മൾ ആദ്യം ഗ്രൈൻഡ് ചെയ്ത് വെച്ചില്ലേ, ആ മിക്സ് ഇട്ട് നന്നായി ഈ എണ്ണയിൽ മൂപ്പിച്ചെടുക്കണം. ഇനിയിപ്പോൾ ഇത് നമ്മൾ ഓൾറെഡി ബോയിൽ ചെയ്ത് വെച്ചിരിക്കുന്ന ടേമറിക്കിൻ്റെ വാട്ടറിൽ മിക്സ് ചെയ്യാം. മാതമ്പട്ടി രസം റെഡിയായി. ഇനി കുറച്ച് മല്ലിയിലയും കൂടി ഇട്ടാൽ നല്ല അടിപൊളി രസമായിരിക്കും. എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം. ഭയങ്കര ഈസിയാണ്. അപ്പം ഞാൻ എന്തായാലും ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ട്. മാതമ്പട്ടി രസം നല്ല രസമുണ്ടായിരുന്നു, നൈസായിരുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.